എടാ അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പ്ലസ് ടുവിലെ ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് അല്ലേ? വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്റർ കൂടിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ്. എടാ വളരെ സിമ്പിളാണ് ഈ സാധനം. എന്തേ അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതാണ് കേട്ടല്ലോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കണ്ടിന്യൂറ്റി എന്താണ്? കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി ആണ്. കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി. കണ്ടിന്യൂറ്റി എന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിഫറൻഷ്യബിലിറ്റി അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് അതിൻ്റെ അകത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഏറ്റവും സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എന്താണ്? ചെക്ക് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3. കേട്ടല്ലോ, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെറുതെ സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ തന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആണെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അറിയേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിച്ചേടാ, നമ്മൾ അറിയേണ്ട കാര്യം, ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. എന്താണ്? എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. പോളിനോമിയൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? ഇത് ഇങ്ങനെ എഴുതുന്ന ഫംഗ്ഷനുകൾ x² + 2x - 3, 4x² - 3x, 3x - 2, ഇതൊക്കെയാണ് പോളിനോമിയൽ ഫംഗ്ഷൻസുകൾ. വെറുതെ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ട് എഴുതി പോകുന്നതാണ് പോളിനോമിയൽ ഫംഗ്ഷൻസ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി പിന്നെ ഉള്ളതാണ് എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും. എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സൈൻ എക്സ്, ടാൻ എക്സ്, കോസ് എക്സ്, ഇതുപോലത്തെ ഫംഗ്ഷനുകളെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെയുള്ള വേറൊരു സാധനമാണ് എല്ലാ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകളും കണ്ടിന്യൂസ് ആയിരിക്കും. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇൻവേഴ്സ് വരുന്നത് ഇത് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, ഇൻവേഴ്സ് വരുന്ന ഫംഗ്ഷനുകളെല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ എല്ലാ പോളിനോമിയൽ ഫംഗ്ഷനുകൾ, ഇൻവേഴ്സ് ഫംഗ്ഷനുകൾ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനുകൾ എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, രണ്ട് ഫംഗ്ഷനുകൾ എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എഫും ജിയും കൂടി കൂട്ടിയാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫിൽ നിന്ന് ജി കുറച്ചാൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫും ജിയും കൂടി ഇൻറ്റു ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഈ എഫും ജിയും തമ്മിൽ കോമ്പോസിഷൻ എടുത്താൽ എഫ് കോമ്പോസിഷൻ ജിയും ജി കോമ്പോസിഷൻ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നോളണം. എങ്കിൽ ഒരു മാർക്കിന് ഈ ചോദിക്കുന്ന ഏത് ചോദ്യം വന്നാലും എഴുതാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 ആണ്. ഇതെന്ത് ഫംഗ്ഷനാടാ? ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. വെറുതെ പ്ലസ് ഇട്ട് എഴുതി പോയിരിക്കുകയല്ലേ? ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇത് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് എന്താണ്? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് എക്സ് എന്താണ്? കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഫുൾ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 അതെന്താണ്? കണ്ടിന്യൂസ് തന്നെയാണ്. കേട്ടല്ലോ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ തന്നാലോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നാലോ എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണ്. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനെ. അതായത് ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് തരും, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ചോദിക്കും. ഇങ്ങനെ ഒരു ബ്രാക്കറ്റിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇവിടെ ഈ ബ്രേക്ക് വന്നിട്ടുള്ള നമ്പർ കണ്ടോ? അത് ഇവിടെ വന്നിട്ടുള്ള നമ്പർ 3. ഈ 3യിൽ വെച്ചാണ് ഈ ഫംഗ്ഷൻ രണ്ടായിട്ട് തിരിയണത്. ഇവിടെ ആയിരിക്കും ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി കണ്ടിന്യൂസ് ആവാതിരിക്കാനുള്ള ഒരു ചാൻസ് ആ നമ്പറിലായിരിക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പോയിന്റ് എടുക്കുക, ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. എന്നിട്ട് എവിടെയാണോ ബ്രേക്ക് വന്നത് ആ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുക, 3. ഇനി അവർ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ നോക്കി പറയാൻ പോവുകയാണ്. എക്സ് ലെസ് ദാൻ 3, 3നേക്കാൾ കുറവാണെങ്കിൽ അവിടുത്തെ ഫംഗ്ഷൻ 3x + 1 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ 3 ആണെങ്കിൽ 3x + 1. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 3 ആണെങ്കിൽ എന്താണ്? ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താണ്? x² + 1. ഇനി എക്സ് ഈക്വൽ ടു എവിടെയാണോ ഈക്വൽ ടു വന്നിട്ടുള്ളത് അതാണ് എക്സിലെ 3യിലെ ഫംഗ്ഷൻ. അത് എത്രയാണെന്ന് കൂടി എഴുതണം. അതെന്താണ് ഈക്വൽ ടു വന്നിട്ടുള്ളത്? 3x + 1. ഇത് 3ഉം എഴുതുക. ഇനി ഈ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കണം, ആ പോയിന്റിലെ ഫംഗ്ഷനും കണ്ടുപിടിക്കണം. ഈ 3 സാധനങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. കേട്ടല്ലോ, ഏത് പോയിന്റിലാണ്? ഈ 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ. അപ്പോൾ ശ്രദ്ധിച്ചേ, എക്സ് ഈക്വൽ ടു 3യിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്.
പിന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? എഫ് ഓഫ് 3 ആണ്. കേട്ടല്ലോ, ഇങ്ങനെ 3 സാധനങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. കേട്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. എടാ, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കാനൊന്നുമില്ല. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏതാണോ നമ്മുടെ പോയിന്റ്, ആ പോയിന്റ് എഴുതുക. ഇനി ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ 3യുടെ ലെഫ്റ്റ് സൈഡിൽ എന്താണെന്ന് നോക്കുക. 3x+1 അല്ലേ, അതങ്ങോട്ട് എഴുതുക. ഇത്രേ ഉള്ളൂ. ഇനി ഇതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും നോക്കിക്കോ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3. എക്സിന്റെ റൈറ്റ് സൈഡ്, 3ന്റെ റൈറ്റ് സൈഡിൽ എന്താണെന്ന് നോക്കുക. റൈറ്റ് സൈഡിൽ എന്താണ്? x²+1 അല്ലേ, ആ x²+1 ഇവിടെ അങ്ങോട്ട് എഴുതുക. എന്നിട്ട് അടുത്തത് എഫ് ഓഫ് 3. എഫ് ഓഫ് 3 എങ്ങനെ കണ്ടുപിടിക്കും? വളരെ സിമ്പിൾ. 3യിൽ എന്താണെന്ന് നോക്കുക. 3x+1 അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്ക്, എങ്ങനെയാണ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്? എക്സിന് പകരം 3 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 3 ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഇവിടെ 3 ഇൻറ്റു നോക്കിയേ, 3 ഇൻറ്റു എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ 3+1. 3 ഇൻറ്റു 3 എത്രയാണ്? 9+1. ആൻസർ എത്ര കിട്ടി? 10 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇവിടെയും ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. 3² + 1. ആൻസർ എത്ര കിട്ടി? 9+1. ആൻസർ എത്രയാണ്? 10. ഇവിടെയും അതുപോലെ തന്നെ എക്സിന് പകരം 3 ഇട്ട് കൊടുക്കുക. 3 ഇൻറ്റു 3+1. അപ്പോൾ 9+1. ആൻസർ എത്രയാണ്? 10. കേട്ടല്ലോ, കിട്ടി. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കണ്ടുപിടിച്ചു, എഫ് ഓഫ് 3 കണ്ടുപിടിച്ചു. എടാ, ഇത് 3ഉം ഈക്വൽ ആണെങ്കിൽ മാത്രം, ശ്രദ്ധിച്ചേ, ഇത് 3ഉം ഈക്വൽ ആണെങ്കിൽ മാത്രം ഈ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഇല്ലെങ്കിൽ എന്തല്ല? കണ്ടിന്യൂസ് അല്ല. അപ്പോൾ ഇത് 3ഉം ഈക്വൽ അല്ലേ? 10 10 10. അപ്പോൾ എന്തെഴുതും നമ്മൾ? എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 3. Therefore, the function is continuous. കാര്യം എക്സ് ഈക്വൽ ടു 3 എന്നതിൽ മാത്രം കണ്ടുപിടിക്കാനുള്ള കാര്യം എന്താ? ഈ 3 ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഇവിടെ 3 വന്നത് കാരണം 3യിൽ മാത്രമായിരിക്കും ഒരു പ്രശ്നം. കേട്ടല്ലോ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എവിടെയാണോ ആ പ്രശ്നം വരുന്നത് അവിടെ മാത്രം ലെഫ്റ്റും റൈറ്റും ആ പോയിന്റും കണ്ടുപിടിക്കുക. അത് 3ഉം ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? എളുപ്പമല്ലേ? ഇനി ഇതൊന്ന് കറക്കി ഇത് ഇങ്ങനെ കെ കണ്ടുപിടിക്കാൻ ചോദിക്കാം. നോക്കിക്കോ, ഗിവൺ ദാറ്റ് ദ ഫോളോയിങ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇവിടെ വന്നിട്ടുള്ള ഈ 2ലും അത് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ്, നോക്കിക്കോ, ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്. Therefore, the function is continuous at x equal to 2. x equal to 2ലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഉറപ്പല്ലേ? x equal to 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ x equal to 2ലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണമല്ലോ. ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോക്കടാ, ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇവിടെ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് 2 എടുത്തു. 2ന്റെ ലെഫ്റ്റ് സൈഡിൽ എന്താടാ? x². റൈറ്റ് സൈഡിൽ എന്താടാ? 2x+k. അത് രണ്ടും മാത്രം മതി. കേട്ടല്ലോ. നമ്മൾ പറഞ്ഞു ഇത് കണ്ടിന്യൂസ് ആയത് കാരണം ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കുവാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഏതാണോ പോയിന്റ് അതെടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഏതാടാ? x² ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എടുക്കുക. എക്സ് ടെൻസ് ടു 2. റൈറ്റ് സൈഡിൽ എന്താടാ? 2x+k. എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2² ഈക്വൽ ടു ഇപ്പുറത്ത് 2 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 2+k. 2² എത്രയാണ്? 4. 4 ഈക്വൽ ടു 4+k എന്ന് വരും. k കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. 4 ഈക്വൽ ടു 4+k എന്നാണ്. k കണ്ടുപിടിക്കാൻ വേണ്ടി 4 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും? 4 - 4 ഈക്വൽ ടു k എന്ന് കിട്ടും. k അപ്പോൾ ആൻസർ എത്രയാണ്? 0 എന്ന് ആൻസർ വരും. കേട്ടല്ലോ. ഇനി നിങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത്രയും ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതി. k കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നോക്കിയേ, ആദ്യം ഈ പറഞ്ഞിട്ടുള്ള ഈ 2 ഫംഗ്ഷനുകളും എടുത്തങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുക. x² ഈസ് ഈക്വൽ ടു 2x+k.
ഇനി ഇവിടെ ബ്രേക്ക് വന്നിട്ടുള്ള പോയിന്റ് ഏതാണെന്ന് നോക്കുക, 2 അല്ലേ, ആ എക്സിന് പകരം 2 ഇട്ട് കൊടുക്കുക. ഇപ്പൊ 2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2 × 2 + k. ഇപ്പോൾ 4 = 4 + k. k കണ്ടുപിടിക്കാൻ ഈ 4 ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇപ്പോൾ 4 - 4 = k. k = 0 എന്ന് കിട്ടും. എളുപ്പത്തിൽ ഇങ്ങനെയും ചെയ്യാം കേട്ടല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തോ, നമുക്ക് ഉത്തരം കിട്ടിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയും ഒരു ചോദ്യം ഉണ്ടാകും. അടുത്തൊക്കെ സിമ്പിൾ. ഇത് നോക്കിയോടാ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സിമ്പിൾ ഡെറിവേറ്റീവ് ഒക്കെ നമ്മൾ +1 പഠിച്ചതാണ്. ഇവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവേ വരുള്ളൂ. അതായത് നമ്മളോട് പറയും ഇത് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ ചോദിക്കും sin of x³. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ ചോദിക്കും y = sin of x³. എങ്ങനെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും? ഇവിടെ 2 ഫംഗ്ഷനുകളുണ്ട്. ഏതൊക്കെയുണ്ട്? sin x എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്, ഈ x³ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും ഉണ്ട്. എടാ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡെറിവേറ്റീവ് അങ്ങോട്ട് എഴുതിക്കോ. sin x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? cos x. x³ ഡെറിവേറ്റീവ് എന്താടാ? ഈ 3 താഴത്തേക്ക് വരും, 3x⁻1 കുറച്ച് 3x² എന്ന് എഴുതാം കേട്ടല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എഴുതാൻ പോവുകയാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവിനെ dy/dx എന്ന് ഡിനോട്ട് ചെയ്തു. sin of x³ എന്ന് പറയുമ്പോൾ sin x-ൻ്റെത് cos x ആണ്. ഞാൻ ആദ്യം സൈനിൻ്റെയാണ് കേട്ടോ പറയുന്നത്. sin x-ൻ്റെത് cos x ആണ്, sin y-യുടേത് cos y ആവും, sin z-ൻ്റെത് cos z ആവും. അപ്പോൾ sin x³ൻ്റെതോ cos x³ ഇൻറ്റു കഴിഞ്ഞിട്ടില്ല, സൈൻ കഴിഞ്ഞ് അകത്തേക്ക് കയറി. അടുത്ത എന്താണ്? x³ വേണം. x³ എന്താണ്? 3x². ഇത്രേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഉള്ളിലേക്ക് ചെയ്തു പോകണം. അത്രേ ഉള്ളടാ. അപ്പോൾ നമുക്ക് ചെയ്യാം. ദേ ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? y = കോസിൻ്റെ അകത്ത് √x. ഇവിടെ 2 ഫംഗ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഏതൊക്കെയാണ്? cos x എന്ന് പറയുന്നൊരു ഫംഗ്ഷനും ഉണ്ട്, √x എന്ന് പറയുന്നൊരു ഫംഗ്ഷനും ഉണ്ട്. cos x-ൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? -sin x. √x-ൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 1/2 √x. ഇത് അറിഞ്ഞിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുവാണ്. ഇതേ ശ്രദ്ധിച്ചോ, y-യുടെ ഡെറിവേറ്റീവ് dy/dx = പറയുവാണ് cos x-ൻ്റെത് -sin x. അപ്പോൾ cos √x-ൻ്റെതോ -sin √x. ഞാൻ എൻ്റെ കോസിൻ്റെത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അകത്തേക്ക് കയറുമ്പോൾ ഏതാണ്? √x-ൻ്റെ വേണം. എടാ √x-ൻ്റെ ഇവിടെ കിടപ്പുണ്ട്, ഇൻറ്റു 1/2 √x. എടാ ഈ √x ക്യാൻസൽ ചെയ്ത് കളയരുത്. കാര്യം എന്താ? ഇത് സൈനിൻ്റെ അകത്ത് കിടക്കുന്നതാണ്, ഇത് പുറത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് ഇങ്ങനെ എഴുതാം, -sin √x/2 √x. കേട്ടല്ലോ, ഇത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്ത ചെയ്യാം. അടുത്തത് ബി ക്വസ്റ്റ്യൻ നോക്കിയോ. എന്താണ്? y = എന്താണ്? ലോഗ് ൻ്റെ അകത്ത് കോസ്, അതിൻ്റെ അകത്ത് e⁻x. ഇതല്ലേ ചെയ്യാനുള്ളത്. എടാ അപ്പോൾ 3 ഫംഗ്ഷൻ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? log x കാണുന്നുണ്ട്, cos x കാണുന്നുണ്ട്, e⁻x കാണുന്നുണ്ട് അല്ലേ. log x-ൻ്റെ ഡെറിവേറ്റീവ് എന്താടാ? 1/x. cos x-ൻ്റെ എന്താടാ? -sin x. നമുക്കറിയാം. e⁻x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e⁻x തന്നെ. അപ്പോൾ ഇത് 3 എടുക്കണം, പക്ഷെ ഉള്ളിലേക്ക് ഓരോന്നും എടുത്തു പോകണം. അപ്പോൾ ഞാൻ ഡെറിവേറ്റീവ് എഴുതുവാണ്, dy/dx = ആദ്യം ഞാൻ പറയാൻ പോകുന്നത് log x ആണ്. log x-ൻ്റെ 1/x, log k-യുടെയോ 1/k, log p-യുടെയോ 1/p, log ഈ സാധനമോ അപ്പോൾ 1/ഈ സാധനം. അത്രേ ഉള്ളൂ. എന്ത് വരും? 1/cos e⁻x. കേട്ടല്ലോ. ഇൻറ്റു കഴിഞ്ഞിട്ടില്ല. അടുത്തത് log കഴിഞ്ഞ് ഞാൻ കോസിലേക്ക് കയറുവാണ്. cos x-ൻ്റെ sin x, cos y-യുടേത് -sin y, cos p-യുടേത് -sin p. അപ്പോൾ cos e⁻x-ൻ്റെതോ -sin e⁻x. കോസും കഴിഞ്ഞു. ഇനി അടുത്ത e⁻x ഇൻറ്റു e⁻x-ൻ്റെ ഡെറിവേറ്റീവ്. e⁻x-ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? e⁻x. ഇനി ഒന്ന് നീറ്റായിട്ട് എഴുതാം. മേളിൽ എന്തൊക്കെ വരും? ഇതേ മൈനസ് ഇട്ടു, ഒരു e⁻x. ഇത് ഞാൻ ഇതെടുത്ത് ആദ്യം എഴുതി, പിന്നെ sin e⁻x ഹോൾ ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? ഒരു cos e⁻x. sin e⁻x/cos e⁻x വേണമെങ്കിൽ tan e⁻x എന്ന് എഴുതി ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ഇത്രയും എഴുതുക. കേട്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ് ഇങ്ങനെ ഉള്ളിലേക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. സിമ്പിൾ അല്ലേടാ, എളുപ്പം. അടുത്തതിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേ നോക്കിയോ, y = x⁻sin x. ഈ ക്വസ്റ്റ്യൻ കൊടുക്കാനുള്ള കാര്യം ഒന്നും അറിയാമോ? ഇതേ നോക്കിയോ, ഒരു ഫംഗ്ഷൻ്റെ പവറായിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കിയാണ് x⁻sin x എന്നല്ലേ വന്നേക്കുന്നത്.
എക്സ് റൈസ് ടു സൈൻ എക്സ് എന്നല്ലേ വന്നേക്കുന്നത് അല്ലേ? ആണ്. അല്ലെങ്കിൽ നോക്കിയേ എക്സ് റൈസ് ടു എക്സ് എന്ന് വരാം, അല്ലെങ്കിൽ വൈ റൈസ് ടു വൈ എന്ന് വരാം. ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ പവറായിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ എക്സ് റൈസ് ടു കോസ് എക്സ് എന്ന് വരാം. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോഗ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ. ലോഗ് അപ്ലൈ ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ഓർത്തിരുന്നോളാം, ശ്രദ്ധിച്ചോളാം. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേ ശ്രദ്ധിച്ചോ. ലോഗ് എ റൈസ് ടു ബി ഇതെടുത്തു കഴിഞ്ഞാൽ, ലോഗ് ഇങ്ങനെ പവറുള്ള ഒരു സാധനത്തിന് ലോഗ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇറങ്ങി ആദ്യം സ്ഥാനത്തേക്ക് വരുമെന്ന് ആലോചിച്ചാൽ മതി. ബി ഇറങ്ങി താഴത്തേക്ക് വരുമ്പോൾ ബി ലോഗ് എ എന്ന് എഴുതാം. കേട്ടല്ലോ? അതായത് ഇപ്പൊ ലോഗ് എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം? ലോഗ് എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാം? ഈ എക്സ് സ്ക്വയർ കറങ്ങി ഇങ്ങോട്ട് വരും, അപ്പൊ 2 ലോഗ് എക്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ ലോഗ് എക്സ് ക്യൂബ് എങ്ങനെ എഴുതാം? ഈ 3 കറങ്ങി ഇപ്പുറത്തേക്ക് വരും, മേളിലിരിക്കുന്ന സാധനം ഇപ്പുറത്തേക്ക് വരും, 3 ലോഗ് എക്സ് എന്ന് വരാം. അതാണ് പറഞ്ഞത് കേട്ടോ, ഓർത്തിരുന്നോളാം. മേളിലിരിക്കുന്ന സാധനം കറങ്ങി ഇങ്ങോട്ട് പോരും, ഓർത്തോളണം. അപ്പൊ നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ചോ. y ഈക്വൽ ടു എക്സ് റൈസ് ടു സൈൻ എക്സ്. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്? അപ്ലൈയിങ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്ലൈ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ലോഗ് അപ്ലൈ ചെയ്യുവാണ്. വൈക്ക് ലോഗ് കൊടുക്കുമ്പോൾ എന്ത് വരും? ലോഗ് വൈ ഈക്വൽ ടു ഈ സാധനത്തിന് ലോഗ് കൊടുക്കണം, ലോഗ് എക്സ് റൈസ് ടു സൈൻ എക്സ്. ലോഗ് കൊടുക്കുമ്പോൾ എന്ത് വരും? ഈ ലോഗ് വൈ ഇതുപോലെ തന്നെ ഈക്വൽ ടു ഇതിന് ലോഗ് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? ഈ സൈൻ എക്സ് കറങ്ങി ആദ്യം വരും, സൈൻ എക്സ് ഇൻറ്റു എന്ത് വന്നു? ലോഗ് എക്സ്. എടാ ഇനി ഡെറിവേറ്റീവ് എടുക്കണം. ഇനി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ 2 ഫംഗ്ഷനുകൾ ഇൻഡ്യൂ ചെയ്തിരിക്കുകയാണ്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. ഇങ്ങനെ 2 ഫംഗ്ഷനുകൾ ഇൻഡ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എങ്ങനെയായിരുന്നു എടുത്തേണ്ടിരുന്നത്? ഓർക്കണുണ്ടോ? പ്രൊഡക്റ്റ് റൂൾ വെച്ചെടുക്കണം. എന്ത് എടുക്കണം? പ്രൊഡക്റ്റ് റൂൾ വെച്ചെടുക്കണം. എന്തായിരുന്നു പ്രൊഡക്റ്റ് റൂൾ? 2 ഫംഗ്ഷനുകൾ ഇൻഡ്യൂ ചെയ്തിരിക്കുകയാണ്, അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. എങ്ങനെയാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ എഴുതി രണ്ടാമത്തേൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ എന്താണോ അത് അതുപോലെ തന്നെ എഴുതി ആദ്യത്തേൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ പറഞ്ഞു, ഞാൻ എഴുതുവാണ്. ശ്രദ്ധിച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുവാണ്. ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് എടുക്കണം, സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സിൻ്റെയും ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വൈയുടെ ഡെറിവേറ്റീവ് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന പോലെ തന്നെ എടുത്തോളാം. ഇപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x. അതുപോലെ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ഇവിടെ 2y എന്ന് എടുത്തോ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ ഒരു dy/dx ഇൻറ്റു ചെയ്തോളാം. വൈയുടെ ഡെറിവേറ്റീവ് നമ്മൾ എപ്പോഴൊക്കെ എടുക്കുന്നോ അപ്പോഴൊക്കെ ഒരു dy/dx ഇൻറ്റു ചെയ്തോളാം. അപ്പൊ ശ്രദ്ധിച്ചോ, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ലോഗ് എക്സിന്റെ 1/x, ലോഗ് വൈയുടെ എന്താണ്? 1/y. എടാ വൈയുടെ ഡെറിവേറ്റീവ് എടുത്തു, അപ്പൊ എന്ത് ഇൻറ്റു ചെയ്യണമെന്നാ പറഞ്ഞത്? ഒരു dy/dx ഇൻറ്റു ചെയ്യണം, അത്രേ ഉള്ളൂ. ഇനി ഇവിടെ പ്രൊഡക്റ്റ് റൂൾ കൊടുക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അതാണ്. അപ്പൊ നമുക്കിവിടെ വേണ്ട സാധനങ്ങൾ എന്താണ്? ഈ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് വേണം, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. പിന്നെ എന്താണ്? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? 1/x. ഇപ്പൊ പറഞ്ഞു, വേഗം ചെയ്യാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താടാ? കോസ് എക്സ്. നീറ്റായിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 1/y dy/dx ഈക്വൽ ടു ഇതിനെങ്ങനെ എഴുതാം? സൈൻ എക്സ് ഇൻറ്റു 1 സൈൻ എക്സ് ബൈ എക്സ് പ്ലസ് ഇതെന്താടാ? ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ്. നമുക്ക് dy/dx ആണ് വേണ്ടത്. അപ്പൊ dy/dx ഇവിടെ നിർത്തി ഈ 1/y അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. ഈ y ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, അപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പുറത്ത് എന്തുണ്ട്? സൈൻ എക്സ് ബൈ എക്സ് ഉണ്ട് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഉണ്ട്. ഇപ്പുറത്ത് കൊണ്ടുവന്ന് എന്ത് ചെയ്യണം? ഈ y ഇൻറ്റു ചെയ്തോളൂ. കേട്ടല്ലോ? ഇനി അടുത്ത സ്റ്റെപ്പില് ഈ വൈക്ക് പകരം എന്ത് കൊടുക്കാം? എക്സ് റൈസ് ടു സൈൻ എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഈ വൈക്ക് പകരം. ഇത്രേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, ലോഗിന്റെ എക്സ് റൈസ് ടു സൈൻ എക്സ് ഒരു ഫംഗ്ഷന്റെ പവറായിട്ട് വേറൊരു ഫംഗ്ഷൻ വന്നാൽ
അവിടെ എന്ത് കൊടുത്തോളണം, ലോഗ് അപ്ലൈ ചെയ്ത് വേണം ചെയ്യാൻ. ഇത്രയുള്ള കാര്യം കേട്ടല്ലോ. അടുത്തത് ഇനി 2 ക്വസ്റ്റ്യൻ കൂടിയുള്ളൂ, 2 മോഡൽ ക്വസ്റ്റ്യൻ. ഇതേ കേട്ടോ, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ y ചേർന്ന് വന്നിട്ടുണ്ട്. y ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. y എവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം x³ ഡെറിവേറ്റീവ് എന്ത് വരും ഇവിടെ, 3x², ഒരു കുഴപ്പമില്ല. നോക്കിയേ, y³ എക്സിൻ്റെ എടുത്ത പോലെ തന്നെ എടുത്തോ, 3y² എന്ന് വരും. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് എവിടെയാണോ എടുക്കുന്നത് അവിടെ ഒരു dy/dx ഇൻറ്റു ചെയ്തോളാം. അത്രയും കാര്യങ്ങൾ മാത്രം ഓർത്താൽ മതി. അപ്പോൾ ചെയ്തേക്കാം. ഇതേ ചെയ്യുവാണ്. ക്വസ്റ്റ്യൻ എന്താണ്, x² + xy + y² = 100. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുവാണ്, എല്ലാത്തിൻ്റെ എടുക്കുവാണ്. ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്, എല്ലാ എക്സ് വെച്ചാണ് എടുക്കുന്നത്. നോക്കിയോ, x² ഡെറിവേറ്റീവ് 2x പ്ലസ്, എടാ എക്സ് വൈയുടെ ഡെറിവേറ്റീവ്, സംശയമുള്ളവർ ഇവിടെ ശ്രദ്ധിച്ചോ, എക്സ് വൈയുടെ ഡെറിവേറ്റീവ് x × y എന്നും പറഞ്ഞാൽ കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കണം, പ്രൊഡക്റ്റ് ആയിട്ട് എടുക്കണം. നോക്കിയോ, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. പക്ഷേ വൈയുടെ ഡെറിവേറ്റീവ് എടുത്ത കാരണം അവിടെ dy/dx ഇൻറ്റു ചെയ്തോളാം. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1. ഇതാണ്. ഇതേ സംശയമുള്ളവരിവിടെ നോക്കിയോ, ഇത് ഒന്നുകൂടി പറയുവാണ്, ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. പറഞ്ഞു, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്, 1 എന്ന് എടുത്തു. പക്ഷെ വൈയുടെ എടുത്ത കാരണം നമ്മൾ എന്ത് ഇൻറ്റു ചെയ്തോളണം, dy/dx ഇൻറ്റു ചെയ്തോളണം. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു y ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. അവിടെ dy/dx വേണോ, വേണ്ട, എക്സിൻ്റെയാണ് ഡെറിവേറ്റീവ് എടുത്തത്. പ്ലസ് ഇതിലേക്ക് പോവുകയാണ്, y² ഡെറിവേറ്റീവ്. x² 2x ആണ്, അപ്പോൾ y² എന്താടാ 2y. പക്ഷെ വൈയുടെ ഡെറിവേറ്റീവ് എടുത്ത കാരണം dy/dx ഇൻറ്റു ചെയ്തോളണം. ഈക്വൽ ടു 100ൻ്റെ ഡെറിവേറ്റീവ്, കോൺസ്റ്റൻ്റ് ആണ് 0. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആൻസർ എന്ത് വരും, 0 വന്നല്ലോ. ഇനി ഒന്നുമില്ല, ഒന്ന് നീറ്റായിട്ട് എഴുതിയാൽ മതി. നോക്കിയോ, 2x പ്ലസ് x × 1 x, പിന്നെ ഒരു dy/dx പ്ലസ് y × 1 y പ്ലസ് ഇതെന്താടാ 2y dy/dx ഈക്വൽ ടു 0. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, dy/dx ഒക്കെ പെറുക്കി ഒരു സ്ഥലത്ത് കൊണ്ടുവരണം, ബാക്കിയെല്ലാം പെറുക്കി അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവർ dy/dx ഉള്ള 2 സാധനങ്ങളുണ്ട്. ഇത് ഞാൻ ഇവിടെ തന്നെ നിർത്തി. അതായത് ഏതൊക്കെയാണ്, x dy/dx ഇവിടെ നിർത്തി. പിന്നെ എന്താ, ഒരു പ്ലസ് 2y dy/dx ഉണ്ട്, അതും ഇവിടെ നിർത്തി. ഈക്വൽ ടു അപ്പുറത്തൊരു 0 ഉണ്ട്. ആദ്യം ഈ 2x കൊണ്ടുപോവാം, അവിടെ പ്ലസ് 2x ആണ്, ഇവിടെ കൊണ്ടുവരുമ്പോൾ മൈനസ് 2x. ഇനി y കൊണ്ടുപോവാം, അവിടെ പ്ലസ് y ആണ്, ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് y. ഇനി എന്ത് ചെയ്യുക, dy/dx കോമൺ എടുക്കുക, dy/dx കോമൺ എടുത്തു. ഇവിടുന്ന് dy/dx കോമൺ എടുത്ത് കഴിയുമ്പോൾ x മാത്രം. ഇവിടുന്ന് dy/dx കോമൺ എടുക്കുമ്പോൾ പ്ലസ് 2y ഈക്വൽ ടു 0 മൈനസ് ആയതുകൊണ്ട് 0 മാറ്റി 2x മൈനസ് y എന്ന്. നമുക്ക് വേണ്ടത് dy/dx ആണ്. അപ്പോൾ നമ്മൾ dy/dx ഇവിടെ നിർത്തി, അപ്പുറത്ത് എന്ത് സാധനം ഉണ്ടാ, മൈനസ് 2x മൈനസ് y ഉണ്ട്, നോക്കിയോ, dy/dx ഇവിടെ നിർത്തി. ഈ സാധനം ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. ഇതിവിടെ ഇൻറ്റു ചെയ്തിരിക്കുകയാണ്, ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഡിവൈഡഡ് ബൈ എന്താണ്, x + 2y, x + 2y. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ഈ മോഡൽ മനസ്സിലായല്ലോ. എന്താണ്, എക്സും വൈയും കലർന്നു വരുന്ന സാധനങ്ങൾ. അതെങ്ങനെ ചെയ്യും, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണ്, വൈയുടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ dy/dx ഇൻറ്റു ചെയ്തോ. അത്ര ഉള്ളടാ, എളുപ്പമല്ലേ. അടുത്തത് ലാസ്റ്റ് മോഡൽ. ഇതാണ് ലാസ്റ്റ് മോഡൽ, വേറെ ഒന്നുമില്ല. ലാസ്റ്റ് മോഡൽ എങ്ങനെ മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ടിയിൽ ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ തീറ്റയിൽ തരും, ചിലപ്പോൾ ലാംഡയിലും തരും. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ടി ഇതിൽ തരും, തീറ്റയിൽ തരും, ലാംഡയിൽ തരും. പാരാമെട്രിക് ഫോം എന്ന് പറയും. എന്നിട്ട് പക്ഷെ ടിയിലാണ് നമുക്ക് തന്നേക്കുന്നത്. x = at², x = at². y = എന്താണ്, y = നമുക്ക് തന്നേക്കുന്നത് 2at. പക്ഷെ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ടിയിലല്ല, dy/dx ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ, x = 2at² ടിയിൽ തന്നിരിക്കുന്ന കാരണം നമ്മൾ ഇതിനെ dx/dt കണ്ടുപിടിക്കും. അതായത് x² 2x എടുക്കുന്ന പോലെ t²ഒക്കെ ടി വെച്ച് തന്നെ എടുക്കുവാണ്. അപ്പോൾ ഒന്നും ഇൻറ്റു ഒന്നും ചെയ്യണ്ട, പഴയതുപോലെ എടുത്തോളണം. കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതുപോലെ തന്നെ എഴുതി,
ടി സ്ക്വയർ എക്സ് സ്ക്വയർ എടുക്കുന്ന പോലെ എടുക്കണം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ടി സ്ക്വയറിന് എന്തായിരിക്കും ഇവിടെ 2t. അപ്പോൾ ഒന്ന് നീറ്റായിട്ട് എങ്ങനെ എഴുതാം? a ഇൻറ്റു 2t എന്നുള്ളത് 2at എന്നെഴുതാം. 2at കേട്ടല്ലോ. ഇനി അടുത്തത് y ഈക്വൽ ടു 2at. നമുക്ക് അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? dy ബൈ dt. അതായത് ഇതിന് t വെച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കുഴപ്പമില്ല. എക്സിന്റെ ഡെറിവേറ്റീവ് എങ്ങനെ എടുക്കുന്നു അതുപോലെ തന്നെ എടുക്കണം. 2a കോൺസ്റ്റന്റ് ആണ്, അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു ടിയുടെ ഡെറിവേറ്റീവ് വേണം. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ ടീനെ ടി വെച്ച് എടുക്കുമ്പോൾ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? ടിയുടെ ഡെറിവേറ്റീവ് എന്താണ്? 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു a ഇൻറ്റു 1 2a എന്ന് കിട്ടി. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, എടാ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് dy ബൈ dx ആണ് അല്ലേ? നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് dy ബൈ dt നമ്മൾ കണ്ടുപിടിച്ചു, dx ബൈ dt നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ dy ബൈ dx കണ്ടുപിടിക്കാൻ വേണ്ടി dy ബൈ dt-നെ dx ബൈ dt കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. മേളിലും താഴെയും dt ഉണ്ട്. ഡിറ്റിയും ഡിറ്റിയും ക്യാൻസൽ ആയി പോകുമ്പോൾ ഇത് കിട്ടും. കേട്ടല്ലോ. അപ്പോൾ നമ്മൾ മേളിൽ എഴുതേണ്ടത് എന്താടാ? dy ബൈ dt, അതായത് 2a ബൈ താഴെ എഴുതേണ്ടത് ഏതാടാ? dx ബൈ dt, അതായത് 2at. അപ്പോൾ എന്ത് വരും? 2aയും 2aയും ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടൂടാ? 1/t എന്ന് വരും. കേട്ടല്ലോ. ഇത് dy ബൈ dt. നമുക്ക് മോഡലിന് ചോദിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ d സ്ക്വയർ y ബൈ dx സ്ക്വയർ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? ഈ സാധനത്തിന് ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുക്കുക. അത്രേ ഉള്ളൂ, വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ പാരാമെട്രിക് വെച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. തീറ്റ വെച്ചൊക്കെ ചോദിക്കാം. x ഈക്വൽ ടു കോസ് തീറ്റ, y ഈക്വൽ ടു സൈൻ തീറ്റ, ഫൈൻഡ് dy ബൈ dx. അത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്തോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം.